ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് തംബ്നെയിലും ടൈറ്റിലെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതെൻ്റെ മെറ്റർണിറ്റി ബാക്ക് പാക്കിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോകുന്ന എല്ലാ മദേഴ്സിനും വളരെ യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സാധാരണ അധികം ആൾക്കാരും 8 മാസമെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ന്യൂ ബോണിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽസ് ഷോപ്പിംഗ് ചെയ്യാനും പിന്നെ അത് പാക്ക് ചെയ്യാനും എല്ലാം തുടങ്ങും. അതേപോലെ നമുക്ക് മദേഴ്സിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും പാക്കിങ്ങും എല്ലാം ചെയ്യും. പക്ഷെ ഞാൻ നല്ലോണം ലേറ്റ് ആയിട്ടാ. കുറേ പ്രാവശ്യം ഷോപ്പ് ചെയ്യാനൊന്നും പോയിട്ട് ഒരു പ്രാവശ്യം പോയിട്ട് തന്നെ എല്ലാം വാങ്ങി വന്നെയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളേ വാങ്ങിയിട്ടു. ബാക്കിയെല്ലാം നമുക്ക് വേണമെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടും അവിടുന്ന് വാങ്ങാമല്ലോ. അതുകൊണ്ട് ബേബിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും വാങ്ങിയിട്ടേട്ടാ. അത് എൻ്റെ ഉമ്മക്കായാലും യാസൻ്റെ ഉമ്മക്കായാലും കുഞ്ഞിക്ക് വേണ്ടിയിട്ട് മുമ്പേ വാങ്ങണ്ട എന്നില്ലയിലാണ്. അത് ഇലൂനും ഞാനൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടെല്ലാം ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഓന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയത്. അതേപോലെ ഈലും എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളേ വാങ്ങിയിട്ടു. എനിക്ക് പൊതുവേ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പ്രഗ്നൻസിയിൽ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. ഭയങ്കര ടയേർഡ് ആവലാണ്. പ്രത്യേകിച്ച് 9ാം മാസം ആകുമ്പോൾ നമുക്കൊന്നും കയ്യിലല്ല. അതുകൊണ്ട് ലേറ്റാക്കി പോയതാണ്. നമ്മൾ പിന്നെ ഫീഡിങ് ഡ്രസ്സ് വാങ്ങുമ്പം നമുക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ചില ആൾ മാക്സി വാങ്ങുന്നവരുണ്ടാവും, നൈറ്റി വാങ്ങുന്നവരുണ്ടാവും, അതേപോലെ നൈറ്റ് സൂട്ട്സ് വാങ്ങുന്നവരുണ്ടാവും, മാക്സി ഡ്രസ്സ് വാങ്ങുന്നവരുണ്ട്. ഞാനധികവും മാക്സി നൈറ്റി അത് യൂസ് ആക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടോപ്പ് മോഡൽ വരുന്ന മാക്സിയാണ് വാങ്ങിനി. അതാകുമ്പോൾ നമുക്ക് പിന്നെ യൂസ് ആക്കാമല്ലോ. അപ്പോൾ ഇതാ ഇലു റെഡി ആയിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഓന് സ്കൂളിലും മദ്രസയിലെല്ലാം ലീവ് എടുത്തിട്ടുണ്ട്. ഡെലിവറിക്ക് പോകുന്നതായതുകൊണ്ട് സ്കൂളിലും മദ്രസയിലും പോയിട്ട് ലീവ് വാങ്ങിയതാണ്. എന്തായാലും ഓന് ദൂരെ ആയതുകൊണ്ട് വരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ലീവ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പോലാന്ന്. നമ്മളിപ്പോൾ ഡ്രസ്സ് വാങ്ങുന്നത് ഗ്രാൻഡ് തേജസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ. പയ്യന്നൂരാണ് ഇത് വരുന്നത്. ഈ പ്രഗ്നൻസിയിലെല്ലാം ബെസ്റ്റാണ് കേട്ടോ ഇതുപോലത്തെ ഷോപ്പ്. കാരണം നമ്മൾ മോളിലെല്ലാം പോകുന്ന പോലെ ഒരേ ഷോപ്പിൽ തന്നെ എല്ലാ സെക്ഷൻസും ഉണ്ട്. നമ്മുടെ ലേഡീസ് ആയാലും കിഡ്സ് ആയാലും നമ്മുടെ ചുരിദാർ പിന്നെ മാക്സി ഇന്നർവെയർ എല്ലാം ഈ ഷോപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ കുറേ ഷോപ്സിൽ കയറി ഇറങ്ങുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഒരു ഷോപ്പിൽ കയറുന്നതല്ലേ. നമുക്ക് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വാങ്ങുന്നതായാലും പ്രഗ്നൻസിയിലെല്ലാം നമുക്ക് കുറേ നടക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് ബെസ്റ്റ്. അങ്ങനെ ഗ്രാൻഡ് തേജസിന് നമ്മൾ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയതാണ് കേട്ടോ. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ വ്ളോഗ് ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. നല്ല അടിപൊളി ഹൈപ്പർ മാർക്കറ്റാണ്. ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ വീട്ടിലെത്തുമ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഞാൻ പാക്കിങ് ചെയ്യലാണ്. പിന്നെ ഞാൻ പാക്ക് ചെയ്തത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. ഇതിൽ ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളെ ഞാൻ എടുത്തു വെച്ചിട്ടു. ഇതിലും അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് ഞാൻ എടുത്തു വെച്ചത് ഫയലാണ്. ഈ ഫയൽ നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സിലുള്ള എല്ലാ പേപ്പേഴ്സും പ്രിസ്ക്രിപ്ഷൻസും ടെസ്റ്റ് റിപ്പോർട്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫയലാണ്. ഇതെന്തായാലും മറക്കാതെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ബാഗിൽ എടുത്തു വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ്. ഞാനിവിടെ 3 മാക്സി, ഇത് ടോപ്പ് മോഡൽ മാക്സിയാണ് കേട്ടോ. ആ 3 മാക്സിയും പിന്നെ ഒരു നൈറ്റ് സൂട്ടും. ഇത് നമ്മൾ എത്ര ദിവസമാണ് അവിടെ നിൽക്കുന്നത് ആ ഒരു കണക്കിലാണ് എടുത്തത്. അതേപോലെ പിന്നെ വേണ്ടത് നമ്മുടെ ഹെയർ ഓയിൽ, ഷാംപൂ, കണ്ടീഷണർ, പേസ്റ്റ്, ബ്രഷ്, നമ്മൾ കോംബ്, ഫേസ് വാഷ് എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു ബാഗിലോ ആയിട്ട് എടുത്തു വെക്കാം. ഇതങ്ങനെ വെച്ചാൽ എന്തായാലും സ്പില്ലായി പോകും. അതുകൊണ്ട് പ്ലാസ്റ്റിക് കവറിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ അതുപോലെയാണ് എടുത്തു വെച്ചത്.
ഇനി വേണ്ടത് ടവലാണ്, ബാത്ത് ടവൽ, ടർക്കി ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഒരു 2-3 ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം നമ്മളവിടെ വാഷ് ചെയ്യുന്ന ഫെസിലിറ്റി ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ച് 2-3 ആയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഡിസ്ചാർജായി വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ്. പിന്നെ അതിന് വേണ്ട അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം എടുക്കുന്നുണ്ട്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള വളരെ അത്യാവശ്യമായ സാധനങ്ങളാണ് ഞാൻ പാക്ക് ചെയ്തത്. ഇതിലും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.